നജീബ് കാന്തപുരം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നജീബ് ഖാൻ, ഇതിപ്പോൾ നിശബ്ദ പ്രചരണ ദിവസമായിട്ട് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ പേഴ്സണലായിട്ട് കാണാൻ പറ്റുന്ന ആളുകളൊക്കെ കാണാൻ. ഇത് ശരിക്കും എൻ്റെ ഏറ്റവും അയൽവാസികളാണ്. അപ്പം നമ്മൾ അവസാനം കയറാന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും ഞങ്ങൾ പ്രചരണത്തിനിടയിൽ ഇപ്പം എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആളുകളാണ്, പിന്നെ എന്നോട് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ആളുകളെ കാണാം. എന്താണ് ഈ സമയത്തുള്ള ഒരു പ്രതീക്ഷ? എത്രമാത്രം വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്? അല്ല, വിജയപ്രതീക്ഷയിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ വരുന്ന തരംഗകാലത്ത് പോലും പെരിന്തൽമണ്ണ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെരിന്തൽമണ്ണയുടെ കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല. അന്ന് ഞാൻ വരുമ്പോൾ വളരെ അപരിചിതനായിരുന്നു. ഇന്ന് ഞാൻ വീട്ടുകാരനാണ്. ഞാനിപ്പോൾ കണ്ടില്ല, എൻ്റെ കൂടെ നടക്കുന്ന ഓരോരുത്തരും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന അത്ര ആത്മബന്ധമുണ്ട്. മാത്രമല്ല ഇവരൊക്കെയും ഇത് എൻ്റെ അയൽവാസികളാണ്, എൻ്റെ തൊട്ടടുത്ത ആളുകൾ. നമ്മളിപ്പോൾ ആ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. കല്യാണ വീട്ടിലും മരണ വീട്ടിലും മാത്രം പോകുന്ന MLA എന്നാണ്. അല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ സന്തോഷത്തിനും ദുഃഖത്തിനും ഒക്കെ കൂടെ നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്ന ആളാണ്. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നമ്മളിപ്പോൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും പോകുന്ന ഒരു കുറ്റമായിട്ടാണ് CPM തോന്നുന്നതെങ്കിൽ ആ കുറ്റം ഞാൻ തുടരും. ഇന്നലെ പിണറായി വിജയൻ്റെ പ്രസ്താവന ശ്രദ്ധപ്പെട്ടു കാണല്ലോ രേവന്ത് റെഡ്ഡിക്കാർ, എങ്ങനെ കാണുന്നു? അല്ല, പിണറായി പൊതുവേ പറയാറുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, നിയമസഭയിലുണ്ടായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ഭാഷ എല്ലാം അറിയാം. പിന്നെ ഇതൊക്കെ ഒരു നാടകമാണ്. ഇപ്പോൾ ശരിക്കും നടക്കുന്നത് CPM ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായ ഡീൽ BJP ആയിട്ട് ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ള. അതിന് പൊടിക്കൈകൾ പലതും ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ആ ഡീലൊന്നും കേരളത്തിൽ നടക്കില്ല. കേരളം ഇന്ന് പ്രബുദ്ധരായിട്ടുള്ള മനുഷ്യരുടെ ഒരു നാട്. നിങ്ങൾ നോക്ക്, ഒരു കുട്ടിക്ക് പോലും എത്ര ക്ലാരിറ്റി ഉള്ള പൊളിറ്റിക്സ് ഉണ്ട്. കാരണം CPMനകത്ത് ഇപ്പോൾ ഇടതുപക്ഷം മനസ്സുള്ള എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞു, ഈ ഭരണം ഒന്ന് മാറി കിട്ടിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുന്നതിലപ്പുറത്ത് ഈ ഭരണം ആ പാർട്ടിയെ നശിപ്പിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ അകത്ത് ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് നേതാക്കൾ കുറച്ച് ആൾക്ക് സുഖിക്കാൻ മാത്രമാണ് ഭരണമെന്നും ഈ പാർട്ടി അതുകൊണ്ട് തകരുകയാണെന്നും വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM പ്രവർത്തകരുണ്ട്. ഉറപ്പായിട്ടും. കാരണം അവർ കാത്തിരിക്കുന്നു. ഇപ്പം നോക്കൂ, പ്രത്യക്ഷമായിട്ട് G. സുധാകരൻ മുതൽ കുഞ്ഞികൃഷ്ണൻ മുതലുള്ള ലീഡേഴ്സ്, PK ശശിയുടെ മത്സരിക്കുന്നു. 3 നേതാക്കന്മാർ, 4 നേതാക്കന്മാർ, ഐഷ പോറ്റി 5 നേതാക്കന്മാർ. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ്. പിണറായി മോദിക്കെതിരെ പറയുന്നതും മോദിയും പിണറായും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. ഇന്നേ വരെ പിണറായി വിജയനെതിരായിട്ട് ഒരു നടപടി, എത്ര മുഖ്യമന്ത്രിമാർക്കെതിരെ എന്തെല്ലാം നടപടികൾ വന്നു. വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള അഴിമതി ആരോപണം അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ നേരെ ഉണ്ടായിട്ടും ഇതുവരെ ഒരു കേന്ദ്ര ഏജൻസി അതിൽ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ BJPക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഇവിടെ പിണറായി ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇന്നേ വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പിടിവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എവിടെ പിടിക്കണമെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. പ്രചരണത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹം. ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ഓട്ടത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.